ഞങ്ങൾക്കൊരു ഗ്രൗണ്ട് വേണം. അതുകൊണ്ട് പാടത്ത് 3 മാസം മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. ഒരു ഗ്രൗണ്ട് ഇല്ല. പാടത്ത് 2 മാസം മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഗ്രൗണ്ട് വേണം. സുഹൃത്തുക്കളെ, അരീക്കാട് ഒരു കളിസ്ഥലം എന്നത് ഇപ്പോഴും നടക്കാത്ത ഒരു സ്വപ്നമായി അവശേഷിക്കുന്നു. താണൂർ പഞ്ചായത്തിന്റെ ഭാഗമായ അരീക്കാട് ഇവിടെ ആര് ഭരണം നടത്തിയിട്ടും ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. നിയമത്തിന്റെ തടസ്സം പറഞ്ഞു, ഡാറ്റാ ഭൂമി പറഞ്ഞു, ഇതിൽ നിന്നും മാറി നിൽക്കുന്നു. നമുക്കറിയല്ലോ, സമീപകാലങ്ങളിൽ ഒഴുമുണ്ണം പ്രദേശത്തെ ഹൈസ്കൂളിന് നിയമ തടസ്സമുണ്ടായിരുന്നു. അവിടെ നിരന്തരമായ ഇടപെടലുകൾ കാരണം ആ തടസ്സങ്ങളിൽ പ്രത്യേക മന്ത്രിസഭ കൂടിയിട്ട് അവിടെ ആ തടസ്സങ്ങൾ നീക്കി ബിൽഡിംഗ് പണി ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ രാമനാട്ടുകര ഇതേപോലെ തന്നെ ഗ്രൗണ്ട് സ്ഥലം നിയമ തടസ്സം ഉണ്ടായതുകൊണ്ട് അവിടെ നിരന്തരമായ മന്ത്രി റിയാസിന്റെ ഇടപെടൽ കാരണം പ്രത്യേക മന്ത്രിസഭ കൂടി അവിടെയും അനുമതി കിട്ടിയിട്ടുണ്ട്. എന്ത് കാര്യത്തിനും നിരന്തരമായ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് യാഥാർത്ഥ്യമാകുകയുള്ളൂ. അരീക്കാട് ഗ്രൗണ്ട് ഉണ്ടാക്കുമെന്ന ലക്ഷ്യം ഇതുവരെ നിരന്തരമായ ഇടപെടൽ ഇല്ലാത്തത് കാരണമാണ് ഇതിങ്ങനെ വൈകിപ്പോകുന്നത്. ഇവിടെ ആര് ഭരണം നടത്തിയിട്ടും മാത്രമല്ല, ഈ തലമുറ നമുക്ക് മനസ്സിലാക്കുന്നത് ലഹരിന്റെയും മയക്കുമരുന്നിന്റെയും MDMയുടെയും അകപ്പെട്ടിട്ടുണ്ട്. ഇനി വരുന്ന തലമുറകളെ നമുക്ക് അതിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി ഒരു കളിസ്ഥലം ആവശ്യമാണ്. കാരണം കുട്ടികളുടെ ലഹരി എന്നത് ഫുട്ബോൾ ആകണം, അല്ലെങ്കിൽ ഗെയിം ആകണം. എന്ത് ഗെയിം ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആകാം, ഫുട്ബോൾ ആകാം, വോളിബോൾ ആകാം, അവരുടെ ഗെയിമിലേക്ക് മാറ്റണം. അങ്ങനെ നമുക്ക് പുതിയ തലമുറയെ, നല്ല തലമുറയെ, നാളത്തെ ഇന്ത്യയുടെ ഭാവിയെ വളർത്തെടുക്കാൻ കഴിയുള്ളൂ. അതിന് നമ്മൾ അടിത്തറ നൽകേണ്ടതുണ്ട്. ആ അടിത്തറയിൽപ്പെട്ട ഒരു കാര്യമാണ് ഗ്രൗണ്ട്. അരീക്കാട് പ്രദേശത്ത് ഇപ്പൊ പാടത്ത് കളിക്കുന്ന ഈ കുട്ടികൾക്ക് 1 മാസം അല്ലെങ്കിൽ 2 മാസമേ കളിക്കാൻ പറ്റുള്ളൂ. 1 മാസം ഉണ്ടാവില്ല. ഇവിടുത്തെ നെൽകൃഷിയും പച്ചക്കറി കൃഷിയും എല്ലാം കഴിഞ്ഞ് മഴ പെയ്യുന്നതിന്റെ ഇടയ്ക്കുള്ള ഒരു ചെറിയ കാലയളവ്, ഏറിപ്പോയാൽ 1 മാസം. ആ മാസത്തിനിടയിൽ അവർക്ക് എന്ത് കളിക്കാനാണ്? അതുകൊണ്ട് കളിസ്ഥലം എന്നത് യാഥാർത്ഥ്യമാക്കേണ്ടത് നിർബന്ധമായ ആവശ്യമാണ്. അത് എല്ലാ പാർട്ടിക്കാരും ഒന്നിച്ചിട്ട് അരീക്കാട് പ്രദേശങ്ങളുടെ ചിരകാല സ്വപ്നമാണ് ഗ്രൗണ്ട് എന്നത്. അത് ഇപ്പോഴും ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. അത് വളരെ പോരായ്മ തന്നെയാണ്. നമ്മളെ ചുറ്റുപാടുള്ള പല പ്രദേശങ്ങളിലും നല്ല ഗ്രൗണ്ടുകൾ വന്നു, കളിസ്ഥലങ്ങളും ഒരു കളിസ്ഥലം വേണ്ട. ഇതൊരു പ്രത്യേക പാർട്ടിയെ വിമർശിച്ചിട്ടോ അല്ലെ വ്യക്തികളെ വിമർശിച്ചിട്ടോ അല്ല, ഇത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ പാടത്ത് 1 മാസവും അല്ലെങ്കിൽ 2 മാസമേ കളിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ആകെ പ്രതീക്ഷ എല്ലാ നാട്ടിലും അവിടെ സ്കൂൾ ഗ്രൗണ്ടുകളാണ്. ആ സ്കൂൾ ഗ്രൗണ്ടുകൾ സ്കൂൾ വിട്ട സമയങ്ങളിലാണ് ആ സമീപവാസികൾ കളിക്കുന്നത്. അരീക്കാട് സ്കൂൾ ഗ്രൗണ്ട് ആണെങ്കിൽ കളിയോഗ്യമല്ല. അവിടെ പാറകളും മറ്റും അസൗകര്യങ്ങളാണ്. അപ്പോൾ ഇവിടുത്തെ തലമുറകൾക്ക് കളിക്കാൻ, ഇന്നത്തെ കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ടില്ല. ഈ ഗ്രൗണ്ടും കളിക്കാൻ സൗകര്യമില്ലാത്ത സാഹചര്യങ്ങളിലാണ് കുട്ടികൾ മറ്റുള്ള മേഖലകൾക്ക് തിരിയുന്നത്. അവിടെയാണ് ഈ മയക്കുമരുന്നിന്റെയും മറ്റും തമാശയ്ക്ക് വേണ്ടി തുടക്കം കുറിക്കുന്ന ഈ പരിപാടികൾ. പിന്നെ കുട്ടികൾ അതിന് അഡിക്റ്റായിട്ട് അതിൽ നിന്നും മാറാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വൈകുന്നേരങ്ങളിൽ കളിക്കുന്നതിന് വേണ്ടി ഒരു ഗ്രൗണ്ട് അത്യാവശ്യമാണ്. അത് നിർബന്ധമാണ്. അത് നമ്മുടെ ചുറ്റുപാടുള്ള പല പ്രദേശങ്ങളിലും ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ഈ അരീക്കാട്ടെ അതേപോലെ തന്നെ താണൂർ പഞ്ചായത്ത് നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും നേരത്തെ തന്നെ അരീക്കാട്ടെ കായിക പ്രേമികൾ നിവേദനം നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. അവിടെ പാർട്ടിയോ ഒന്നും നോക്കിയിട്ടില്ല. എന്നിട്ട് പോലും ഒരു പാർട്ടിയിൽ നിന്നും ഒരു നല്ലൊരു തീരുമാനമോ നല്ലൊരു നടപടിയോ ഉണ്ടായിട്ടില്ല. എല്ലാ പാർട്ടിക്കാരും സ്ഥലപരിമിതി പറഞ്ഞ്, സ്ഥലമില്ലായ്മ പറഞ്ഞുമാണ് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത്. അപ്പോൾ നമ്മുടെ നാടിന്, നമ്മുടെ ഈ തലമുറയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ തലമുറയെ മയക്കുമരുന്നിന്റെയും MDMA പോലെയുള്ള മാരക വസ്തുക്കളിൽ നിന്നും അകപ്പെടാതിരിക്കാൻ വേണ്ടി അവരുടെ വിനോദം എന്നത്, അവരുടെ ലയം എന്നത് കായികമാകണം, അല്ലെങ്കിൽ ഫുട്ബോൾ ആകണം.